വെൽക്കം ടു വുമൺ സിമുലേറ്റർ. നിങ്ങളൊക്കെ നിങ്ങളെ മാനോട് ഇമ്മ യൂണിഫോം എവിടെ, ഇമ്മ ബെൽറ്റ് എവിടെ, ഇമ്മ ചോറായോ, ഇതൊക്കെ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും ഇല്ലേ? ഉണ്ടാവും. അപ്പോ ഇത് നമ്മൾ ഇമ്മായിട്ടാണ് കളിക്കാൻ പോണത്. റപ്പോ മാമ പാവം. സോ വീഡിയോ ഒക്കെ പോകുന്നതിന് മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഡു സബ്സ്ക്രൈബ്. ഇതേപോലത്തെ നല്ല വീഡിയോസ് വരും സത്യമായിട്ട്. സോ ലൈക്കും ചെയ്യാം. ഓക്കെ ഗൈസ്, അങ്ങനെ എന്റെ വീട്ടിൽ നേരം വെളുത്തിട്ടുണ്ട്. നമ്മളെ ഇമ്മാരൊക്കെ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് അറിയാം, ഒരു 4 മണി 5 മണി ആകുമ്പോൾ നീച്ചു പണിയെടുക്കാൻ തന്നെ. സോ നമ്മളെ ഫസ്റ്റ് ഡേ തന്നെ തുടങ്ങി നോക്കാം. ഡേ 1 എന്തല്ലത്? നമ്മൾ തുടക്കം തന്നെ അടുക്കളയിലാണ് ജനിച്ചതല്ല ജീവിച്ചത്. ഓണയിക്കണ തന്നെ, അതായത് നമ്മളെ വർക്ക് തന്നെ ഇവിടുന്നാന്ന് തോന്നണത്. സോ നമ്മളെ ഫസ്റ്റ് വർക്ക് എന്താന്നുള്ളത് നോക്കി നോക്കാം. ഇവിടെ ചളി ആരണത്? ഇത് നമ്മളെ കാൽപ്പാട് തന്നെടാ. ഒരിക്കണ്ട വെച്ചില്ല, നമ്മളെ കാൽപ്പാട് നമ്മൾ തന്നെ തുടച്ച് കളയും. അതിനൊക്കെ ടൂളിന്റെ അടുത്തുണ്ടാ, വാടാ കാണിച്ചരാ. നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മളെ നോട്ടാളൊക്കെ ഒന്ന് എടുക്കാം. നോട്ടാൾ എന്ന് പറയുന്നത് നമുക്ക് ഇമ്മായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കണ്ടില്ലേ? വാഷ് ദ ക്ലോത്ത്സ്, അയൺ ദ ക്ലോത്ത്സ്, പോയി വാഷ് ഫ്ലോർസ്, വാഷ് ഡിഷസ്, ഹാൾവേ ഫുട് പ്രിന്റ്സ്. അതായത് നമ്മൾ ഇമ്മാരൊക്കെ എന്തൊക്കെ ചെയ്യല്? അടിച്ചു വാരുക, തുടക്കുക, പാത്രം പോറുക, ആ സംഭവങ്ങളൊക്കെ ഇതിൽ നമ്മൾ ചെയ്യണം. അതന്നെ, ഒരു കുട്ടിയില്ലാന്നുള്ളൂ. ഇന്നെ പോലത്തെ ഒരു കുട്ടീനെങ്കിൽ ഞാൻ രാവിലെ തന്നെ ഓനെ കുത്തി പിടിച്ച് നീപ്പിച്ചാനേ നോക്കുള്ളൂ. സോ നമുക്ക് നമ്മളെ പരിപാടി തുടങ്ങാം. ഫസ്റ്റ് നമുക്ക് എന്തായാലും ഇല്ലേ, തായ് കണ്ണി ചളിയൊക്കെ കണ്ടില്ലേ? അവിടെ നമ്മള് ഷൂ ഒന്നും ഇട്ടിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ ഇത്? അതേപോലെ നമ്മൾ കാലിന്റെ അടുത്ത് എന്തോ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അതേപോലെ ഗൈസ് നമുക്ക് ഇവിടെ ഒരു നോട്ടൊക്കെ ഉണ്ട്. ഇതൊക്കെ നോക്കാം. ഇതെന്താ നോട്ട് ഒന്ന് വായിച്ചു നോക്കുക. ഫോർ മൈ ഡിയർ വൈഫി. എന്റെ ഹസ്ബൻഡ് ചെയ്തതാണ് സംഭവം. ലെഫ്റ്റ് യു സം മണി ഫോർ ദി ഡേ. ഓക്കെ, നമുക്ക് നമ്മളെ ഹസ്ബൻഡ് മണി, അതായത് പൈസ, ATM കാർഡ്, ഗോൾഡൻ ATM കാർഡ് എടുത്തിട്ടുണ്ട്. $500 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഒരു നോട്ട് കൂടി കണ്ടിട്ടുണ്ട്. എന്താ ഇതിന്റെ ഭർത്താവ് ചെയ്താ? ഓക്കെ, ഇതെന്തോ തേങ്ങയെന്ന് തോന്നണേ. അതൊന്ന് നമുക്ക് നോക്കണം. നമുക്ക് നമ്മളെ വർക്കിംഗ് തുടങ്ങാം. ഗൈസ് ടൂൾസ് വാളമുത്തേ. നമ്മളോടൊക്കെ തുടപ്പൊക്കെ 4 പല്ലൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്തൊന്നും ഇല്ല കേട്ടോ. ഇത് ഇനി അങ്ങനെ തുടക്കുക, ഇങ്ങനെ തന്നെയാണോ തുടക്കുക? നമ്മളെ കാലെവിടെ, കാൽപ്പാട് എവിടെ? ഇവിടെ കുറച്ച് കാൽപ്പാടുണ്ട്. നമുക്ക് ഷൂ ഇല്ല. സോ ഇത് നമ്മളെ ഹസ്ബൻഡിന്റെ ആണെന്നാ തോന്നുന്നത്, ആ ചെറുക്കന്റെ. ഈ തന്ത ഇവിടെ എന്താ ഡാൻസ് കളിച്ചിനി? ഇവിടെ ആകെ കുത്തിപ്പളി, ഇത് കണ്ടോ? ആകെ ഇവിടെ ചള്ളിയാക്കി വെച്ചിക്കണേ. പടച്ചോനെ, ഞാനെങ്ങാനും ഇവിടുത്തെ ഉമ്മയൊക്കെ ആണെങ്കിൽ ഹസ്ബൻഡിന്റെ മണ്ടൊക്കെ ആദ്യം കൊടുക്കും. അല്ല പിന്നെ ഇത് മൊത്തം നമുക്ക് ക്ലീൻ ആക്കാം കേട്ടോ. അതേപോലെ നമുക്ക് തുടക്കാനും എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇത് എങ്ങനെ ഇവിടെ ഇടുക? ഓക്കെ, നമുക്കിത് ഇവിടെ വെച്ചിട്ട് ഇതെന്തിനുള്ള സംഭവം നോക്കിയോ കേട്ടോ. ഇത് മോപ്പാണെന്നാ തോന്നണേ. ഇവിടെ ഒരു ചളി ഞാൻ കണ്ടിനു. ഇത് നമുക്ക് തുടക്കാൻ പറ്റുമോ? ഇതേറ്റും തുടക്കാൻ പറ്റൂലേ? 2 ടൈപ്പ് ചൂലല്ലതില്ലേ? ഓക്കെ, ഇപ്പൊ എനിക്ക് മനസ്സിലായടാ. നീ ഇത് മൊത്തം നമുക്കൊന്ന് ക്ലീൻ ആക്കാം. ഓക്കെ, ഇവിടെ ആരാടത്? ഇതൊക്കെ ചളിയാക്കിയത്. ഫസ്റ്റ് ഇന്റെ മാപ്പിളനോടാണ് എനിക്ക് പറയാനുള്ളത്, ഇങ്ങളോട്. അയ്യോ, മാപ്പിള നിങ്ങളല്ലല്ലോ, സോറി. ഇവിടെ ചെരുപ്പിട്ട് കയറി ചള്ള അടിച്ചു പൊട്ടിച്ചു എന്ന് പറയണം കേട്ടോ, അല്ലാതെ നടക്കൂല. അത് നോക്കുങ്ങള്, ഇവിടെ മൊത്തത്തില് ചളിയാക്കി വെച്ചിട്ട് നമുക്ക് പുറത്തേക്കൊക്കെ പോകാൻ പറ്റുമോ? നോക്കി നോക്കിയല്ലോ. പുറത്തേക്കൊക്കെ പോകാൻ പറ്റൂലേ? കൊള്ളാലത്. നമുക്ക് നമ്മളെ കാണാൻ പറ്റും. അയ്യോ കേട്ടോ, ഞാൻ കാണിച്ചുതരാ. നമ്മളെ മുറ്റം കടന്നു കഴിഞ്ഞാല് നമ്മളിത് ബെല്ലടിക്കണുണ്ട്. കണ്ടോ? ഒരു മിനിറ്റ് ഒന്ന് നോക്കി നോക്കാം. കണ്ടോ? നമ്മളടുത്ത് എന്തോ സെൻസർ വെച്ച് പോയിക്കാണ് നമ്മളെ ഭർത്താവ്. സോ നമ്മളപ്പോ ഇവിടെ വേലപ്പണി ചെയ്യാണ്, വൈഫാണെന്ന് പറഞ്ഞിട്ട്. ഇവിടെ എവിടെയോ ഭർത്താവിന്റെ ഫോട്ടോ കണ്ടിട്ടുണ്ട്. ഈ ടോയ്ലറ്റിൽ പോണ ആളോട് എന്റെ ഭർത്താവ്, ഈ പൊട്ട സൂപ്പി. പോട്ടെ, നമുക്ക് എന്തായാലും നമ്മളെ വർക്ക് എടുക്കാം. നമ്മള് പുറത്തുനിന്ന് വന്നോണ്ട് തന്നെ നമ്മളെ കാൽമീ ചളി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ താഴത്തെ ഏകദേശം എല്ലാം നമ്മൾ തുടച്ചു കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ? ഇനി ഇതിന്റെ ഉള്ളിലുണ്ടോ? ഇതിന്റെ ഉള്ളൊക്കെ തുറക്കണോ? ഇതിന്റെ ഉള്ളൊക്കെ നമ്മൾ തുടച്ചതാണല്ലോ. ഇവിടെ ഒന്നും ശരിയാക്കാനില്ല. നമുക്ക് മേലൊക്കെ ഒന്ന് പോയേക്കാം. മേലൊക്കെ ഉണ്ടാവൂടാ. നമ്മളെ മകൻ വല്ലതുണ്ടോ എന്ന് നോക്കി നോക്കാം. മോനെ കണ്ടോ? ഇതൊക്കെ തന്തന്റെ പണിയാണ്. ഇവിടെ മൊത്തം സോക്സ് ഒക്കെ കൂട്ടി വെച്ചിക്കണേ. ഓക്കെ, അങ്ങനെ നമ്മൾ ബെഡ്റൂമിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒന്നും നമുക്ക് തുടക്കാൻ പോയിട്ട് അടുക്കി പൊറുക്കാനും പോലും ഇല്ല തോന്നുന്നു. ഓക്കെ, ഇവിടെയൊക്കെ ബെഡ്റൂം ഉണ്ട്. ഇവിടെ ഒന്നും നമുക്ക് ക്ലീൻ ആക്കാനല്ലടാ. ഇനി നെക്സ്റ്റ് പരിപാടി എന്താന്നുള്ളത് നോക്കി നോക്കാം. ഓക്കെ, മോപ്പ് നമുക്ക് കിട്ടിയ സ്ഥലത്ത് തന്നെ കൊണ്ടിടാം. ഓക്കെ, മാപ്പ് നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സാധനം എന്താ? വാഷ് ഫ്ലോർസ് നമ്മൾ ചെയ്തു. ഹാൾവേ ഫ്രൂട്ട് പ്രിന്റും നമ്മൾ ശരിയാക്കിയിട്ടുണ്ട്. ഇനി വാഷ് ഡിഷസ്, അതായത് ഇത് കണ്ടോ, നമ്മൾ ഈ തിന്നിട്ട് പാത്രം മോറാത്ത ഈ പാത്രങ്ങളൊക്കെ ഇത് നമുക്ക് ക്ലീൻ ചെയ്യണം. ഇതെന്താ ചെയ്യേണ്ടത്? ഇവിടെ കൂടുന്ന് വെക്കാം. അതേപോലെ എല്ലാം നമുക്ക് വെച്ച് നോക്കാം. ഉണ്ട്. പക്ഷെ നമ്മളെ ഹസ്ബൻഡ് മാത്രാന്നല്ലേ ഇവിടെ പറഞ്ഞത്. പക്ഷെ ഇതൊക്കെ ആരെ പാത്രാണ്? അത് മാത്രമല്ലോ, ഇവിടെ 10 രൂപ പാത്രം ഉണ്ട്. കൊല്ലങ്ങളായിട്ട് ഇവിടെ പാത്രം മോറലില്ല തോന്നുന്നു.
അടുത്ത കൊടുത്തോ. ഓക്കെ, എല്ലാം നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ മോർണെന്ന് നോക്കി നോക്കട്ടോ. നമ്മൾ സദാ പോലെ തന്നെയാണെന്ന് നോക്കി നോക്കാം. ഓ, നമ്മളിങ്ങനെ നെക്കി പിടിച്ചാലേ. ഓ നൈസ്. ഇനി നമ്മൾ ടേക്ക് ചെയ്യാ. ഓ അയ്യേ, ഇതെന്താ നമ്മൾ കൈകൊണ്ടാണോ മോർണത്? ശരിക്കും പാത്രം കൈകൊണ്ട് തന്നെയല്ലേ മോറല്. പക്ഷെ നമ്മളടുത്ത് അവിടെ ഇതാക്കണ. ഒരു മിനിറ്റ് അവിടെ വെക്കടാ. ഇതാണ് വെക്കൂലേ? ഓക്കെ, ലീവ് ചെയ്യേ. ഓ, നമുക്ക് ഈ സ്പോഞ്ച് എടുത്തിട്ട് വേണം ഇത് കഴുകാനും വേണ്ടി. മനസ്സിലായില്ലേ? ഇനി നമുക്ക് എടുത്തു നോക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. കണ്ടോ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നൈസ് ബ്രോ. ശരിക്കും ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ എപ്പോ ഫുഡ് കഴിക്കുകയാണെങ്കിലും നമ്മളെ പാത്രം നമ്മൾ തന്നെ കൈ വെക്കണം. അതാണ് അതിന്റെ രീതി. നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ അതേപോലെ? നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യാം. അതൊരു ഗുഡ് അങ്ങനെ പറയാം, വെരി ഗുഡ് ബോയ് ആണ്, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് നല്ല രസം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ഒന്ന് മോറിയിട്ടുണ്ട്. അങ്ങനെ 8 മോറിനടാ. അത് ഇതൊക്കെ ആരച്ചിലാണ്. ഇവിടെ ആകെ 2 ആൾക്കാരുള്ളൂ. പക്ഷെ ഗൈസ്, ഇതിങ്ങനെ കാട്ടിക്കൊണ്ടിരിക്കാൻ നല്ല രസമുണ്ടല്ലേ. പിന്നെ നിങ്ങളിത് അധികം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എത്ര ക്ലീൻ ആക്കി കഴിഞ്ഞാലും 2 കീടാനുണ്ടാവില്ലേ. നമ്മൾ ഈ ഹാർപ്പിക്കിന്റെ പരസ്യത്തിലൊക്കെ പോലെ ഡിങ്കും മിങ്കും അതേപോലത്തെ 2 എന്തായാലും ഉണ്ടാവും. എടാ, എനിക്ക് തോന്നണേ മിക്കവാറും ഇഞ്ച അമ്മ ഈ വീഡിയോ കാണും. ഈ വീഡിയോ കണ്ടിട്ട് ഇഞ്ഞ മിക്കവാറും പാത്രം കഴുകിക്കാൻ ഏൽപ്പിച്ചും തോന്നുന്നു. കാരണം നോക്കിച്ച് എത്ര ക്ലീൻ ആക്കിയിട്ട് ഞാൻ കഴിക്കണേ. ഇങ്ങനെ ഞാൻ അതുവരായിട്ടും കഴിക്കിട്ടില്ല എന്റെ പാത്രം. കണ്ടോ, 3 ഞാൻ കഴിക്കുന്നത്. പൊടച്ചൂനെ, പെർഫെക്റ്റോ, കൊള്ളട്ടോ സംഭവം. ഇത് നല്ല രസമുണ്ട്. ഓക്കെ, അങ്ങനെ 4 കഴിക്കിട്ടുണ്ട്. ഇനി അത് മാത്രല്ല നമുക്ക് ചെയ്യേണ്ടത്. ഇവിടെ 4 പാത്രം കൂടി ഉണ്ടോ. എന്താണത്? ഓക്കെ, ലാസ്റ്റത്തെ കൂടി കണ്ട് ക്ലീൻ ആക്കി കഴിഞ്ഞാല് ഓക്കെ ഗൈസ്, അങ്ങനെ അതും കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഓ ബ്രോ, ഇനി നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓ, നമ്മളിപ്പോ 3 നിമിഷം കംപ്ലീറ്റ് ആക്കി. നോക്കാം, വാഷ് ഫ്ലോർ, വാഷ് ഡിഷ്, ഹാൾവേ, ഫുഡ് പ്രിന്റ് എല്ലാം ശരിയാക്കടാ. ഓ, അത് മാത്രല്ല 20 മണിയാവുമ്പോ ഹസ്ബൻഡ് റിട്ടേൺ ആകും. അതിന്റെ മുന്നേ നമ്മൾ എല്ലാ പണിയും കഴിക്കണം. ഇപ്പൊ 12 മണിയാടാ. അപ്പൊ നമുക്ക് ഇനി വെറും 8 മണിക്കൂറുള്ളൂ. സോ നമുക്ക് നെക്സ്റ്റ് വാഷ് ദ ക്ലോത്ത്സ് ഒന്ന് വാഷ് ചെയ്യാം. അതേപോലെ ഇവിടേക്ക് എന്താണിത്? ഈ തേങ്ങക്ക് ഇവിടെ കൊണ്ടുപോയിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിലാണോ? എനിക്കറിയില്ല. ഞാൻ എന്തായാലും നിട്ടോക്കട്ടെ. പുട്ട് ദ ക്ലോത്ത്സ്. ഓക്കെ, ഒന്നിട്ടിട്ടുണ്ട്. അതേപോലെ എന്റെ ഒളിയോ ഇതൊക്കെ ഇടാനാണോ? ഓക്കെ, ഇത് ഇടാൻ പറ്റൂല. ഇതൊക്കെ തന്നത് എന്റെ ഒളിയോ. ട്രൗസർ, സോക്സ് ഇല്ല, തേങ്ങി മാങ്ങി ഒക്കെ ഉണ്ട്. ഇനി എന്റെ ഒളിയോ ഇവിടെ കണ്ടാ എല്ലാം നമുക്ക് പൊറുക്കുക. ഇയാളെന്ത് സോക്സ് ആണോ തിന്നാനുണ്ടല്ലേ? ഓക്കെ, ഇപ്പൊ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ബാബാ അയ്യേ, ഇതാണ് മാപ്പിള. ഇതേതോ വല്യപ്പേടാ മുതുക്കൻ. അതേപോലെ ഇതാണ് നമ്മള്. വാവ്, ബ്യൂട്ടിഫുൾ. അതും എന്റെ മകളാണോ? ഇതാണോ ഞാന്? ഇതിലേത് ഞാന്? എന്തായാലും വേണ്ടില്ല. ഇവിടെ എവിടെയോ ആണല്ലോ വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഉള്ളിലേക്ക് എല്ലാ സാധനങ്ങളും ഇടാട്ടോ. ഓക്കെ, 1 2 3. നമുക്ക് ഇവിടെ ഒരു സാധനമൊക്കെ കാണുന്നുണ്ട്. ഇതെടുത്ത് കണ്ട് ഇതിന്റെ ഉള്ളിലേക്ക് ഇടണം തോന്നണേ. ഓക്കെ, അതും ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മള് ഇതടക്കുക, സാധനം ഒന്ന് ഓണാക്കി വെക്കുക. ഓക്കെ, സ്റ്റാർട്ട് ലോണ്ടറി, ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മള് വാഷ് ചെയ്യണോ പഠിച്ചു. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് വാഷ് ചെയ്യുക. ജമ്മിക്ക് പറമ്പിട്ട് അടിക്കണങ്ങനെ കാണണം. പണ്ട് ഇഞ്ഞ എത്ര വട്ടം അടിച്ചതാ അതേപോലെ. ഓക്കെ, അവിടെ നമുക്ക് 1 മിനിറ്റ് ഉണ്ടെന്നാ തോന്നണേ. ഓക്കെ, ഇനി ഇത് കറങ്ങിയിട്ട് ഉണങ്ങണം എന്നാ എനിക്ക് തോന്നുന്നത്. അതിനു മുന്നേ നമുക്ക് നെക്സ്റ്റ് എന്താ ചെയ്യാനുള്ളത്? ഓക്കെ, ക്ലീൻ ദ ഫ്ലോർ ഓഫ് യുവർ ഓൺ ഫുഡ് പ്രിന്റ്സ്. ഓക്കെ, ഫ്ലോറിൽ നമ്മൾ ഓൺ ഫുഡ് പ്രിന്റ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. എവിടെയാണത്? ഇതാരാ ഇതിന്റെ അടി കൂടെ. ഓ നോ ഗയ്സ്, ഇവിടെ ഒരു ട്രൗസർ ഉണ്ടേനു. അയ്യോ, തുറക്കൂ സീസൺ, ഒന്ന് സ്റ്റോപ്പ് ചെയ്യോ. അയ്യോ, പറ്റൂലടാ. അതിപ്പോ നമുക്ക് ചെയ്യാൻ പറ്റൂല. നമ്മൾ അത് കണ്ടിട്ടില്ലേനു. അത് കണ്ടിക്കണമെങ്കിൽ അതും അതിന്റെ ഒപ്പം തന്നെ ഇടീനു. ഇനി ഇവിടെ വല്ലതുണ്ടോ? ഇല്ല. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇല്ല, ഇവിടെ ഒന്നുമില്ല. നമ്മൾ ഓൺ ഫുഡ് പ്രിന്റ് ഒന്നുകൂടി ഉണ്ട് എന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും ഇതൊന്ന് കളക്ട് ചെയ്യാം. ഇവിടെ എവിടെയോ ആയിട്ട് നമ്മൾ ഓൺ ഫുഡ് പ്രിന്റ് ഉണ്ട്. അതെവിടെ? ഓൺ ഫുഡ് പ്രിന്റ് ഒക്കെ എവിടെയാണാവോ? അതൊക്കെ പിന്നെ നോക്കാം. നമുക്ക് ക്ലോത്ത്സ് ഒന്ന് നമുക്ക് അയൺ ചെയ്യാം. അത് നമ്മൾ നോക്കിയിട്ടില്ലല്ലോ. ഓക്കെ, ടേക്ക് ചെയ്യാം. ഇസ്തിരി ഇടണേ. ഇവിടെ കുപ്പായം ഒന്നുമില്ലല്ലോ. ഓ ശരിയാണല്ലോ, നമ്മൾ ആദ്യം ഈ കുപ്പായം എടുക്കണം തോന്നണേ. ഇതിലെവിടെ കുപ്പായം പഠിച്ചോനെ? ഓ, അതേപോലെ നമുക്ക് ലാപ്ടോപ്പ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. കമ്പ്യൂട്ടർ ഒക്കെ ഉണ്ട് കേട്ടോ. മെസ്സഞ്ചർ അണേബിൾ ടു ആക്സസ് ദ വെബ്സൈറ്റ്. വാട്ട് ദ ഹെൽ? ഫ്ലൈയിങ് കൊറിയർ അതിലും ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ നെറ്റ് ഇവിടെ ഇല്ലാന്നാ എനിക്ക് തോന്നണത്. ഓക്കെ, ഇവിടെയാണോ ഫുഡ് പ്രിന്റ്? ഇതാണ് ഫുഡ് പ്രിന്റ്. ലെറ്റ്സ് ഗോ. ഇപ്പൊ ശരിയായോ? നോക്കി നോക്കട്ടെ. ഇതിവിടെ ഒക്കെ. ഓ, ഇപ്പൊ ശരി. അതായിരുന്നു ഫുഡ് പ്രിന്റ്. എടാ, എത്ര നേരം ഞാൻ തപ്പിടുന്നറിയോ? ഓ, ലെറ്റ്സ് ഗോ ഗൈസ്. ഇപ്പൊ അയ്യോ, എന്തൊരു സൗണ്ട് ഇവിടെ കേട്ടല്ലോ. ഇതെന്താ? ഇതിന്റെ ഉള്ളിൽ നിന്നാണോ? ഓ, വേറെ എന്തോ ആണെന്ന് തോന്നണേ. നമുക്ക് എന്തായാലും മേലെ പോയിട്ട് നമ്മളെ ക്ലോത്ത്സ് എന്തായിരുന്നു നോക്കി നോക്കാം. ക്ലോത്ത്സ് ആയോ? ഓ അയ്യോ, തുറക്കു സീസൺ. ഇനി നമുക്ക് ക്ലോത്ത്സ് മൊത്തം ഒന്ന് എടുക്കണം തോന്നണേ. ഓക്കെ, ഓരോന്നിച്ച് എടുക്കാൻ പറ്റൂല. ഓക്കെ, എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി ഇത് നേരെ കൊണ്ടിട്ട് ഇവിടെ പുട്ട് ചെയ്യണം. ഓക്കെ, ഇനി ഇത് നമുക്ക് അയൺ ചെയ്യാൻ പറ്റുമോ നോക്കി നോക്കാം. എല്ലാ സാധനങ്ങളും ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെങ്ങനെ അയൺ ചെയ്യല് പഠിച്ചോനെ. ഓക്കെ, ആദ്യം ഒന്നെടുക്കുക. എന്നിട്ട് നമ്മള്
ഓ കറക്റ്റ് ആയിട്ട് ഇത് കൊണ്ടുപോണം. വാ ഓ ഗയ്സ് ഇത് നൈസായാലോ. അയണിങ് നൈസ്. ലെറ്റ്സ് ഗോ. ഓക്കേ ഇനി ഇത് അവിടേക്ക് മാറ്റിക്കുക. അടുത്ത സോക്സ് എടുക്കുക. നൈസ്. ഓക്കേ ഇത് നമുക്ക് മെല്ലെ ഇത് കൂടെ ഇത് കൊള്ളട്ടോ. ഇത് കളി കൊള്ളാം. നൈസ്. അതിന്റെ മുന്നേ നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഇവിടെ ഒരു ക്ലോത്ത്സ് ഇല്ലേനോ? ഈ ക്ലോത്ത്സ് നമ്മള് ഇതിന്റെ ഉള്ളിൽ ഇട്ടിട്ടില്ല. ഓക്കെ ഇത് നമുക്ക് ഒരു സോപ്പും പൊടി എടുത്തിട്ട് ഇതിന്റെ ഉള്ളിൽ ഇടുക, അടക്കുക. ഇനി ഇതൊരു 1 മണിക്കൂർ, ഒരു 10-20 മണിക്കൂർ നിന്നോട്ടെ. നമ്മൾ ആ അയണിങ് ചെയ്യുന്ന കൈന വരെ ഇത് കറങ്ങിക്കോട്ടെ. ഇതേപോലെ തന്നെ എന്റെ അമ്മയൊക്കെ പണിയെടുക്കല്. എന്റെ അളിയോ അയ്യോ റിമൂവ് ചെയ്തു. ലെറ്റ്സ് ഗോ. ഇനി അടുത്തത് ടേക്ക് ചെയ്തോ, ഇസ്തിരി എടുത്തോ. ഇനി ഇതും കൂടിയാണ് നമുക്ക് അയൺ ചെയ്യാ. അടാ അയൺ ചെയ്യണ എനിക്ക് ഇഷ്ടപ്പെട്ടോ. നല്ല സാറ്റിസ്ഫൈ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. നല്ല രസമുണ്ട്. ഓക്കെ റിമൂവ്. അടുത്തെടുക്ക്. ഓ ബ്രോ ഐ ലവ് ഇറ്റ്. അടുത്തത് ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങോട്ട്. ഓക്കെ ലാസ്റ്റ് സാധനം. ഓ ലാസ്റ്റ് സാധനം ഒക്കെ സിമ്പിൾ ആടാ. കണ്ടോ ഇതൊക്കെ ഞാൻ സിമ്പിൾ ആയിട്ട് ചെയ്തു കഴിയും. ലെറ്റ്സ് ഗോ. സെറ്റ് ആയില്ലേ? ഒരു മിനിറ്റ് നമുക്കൊന്ന് ഇറങ്ങി നോക്കിയാലേ നമുക്ക് അറിയുള്ളൂ കേട്ടോ അത് സെറ്റ് ആയിക്കണോ അല്ലേ എന്നുള്ളത്. ഓക്കെ എന്തായിട്ടുണ്ട്? ഓ ഒന്നും കൂടി നമുക്ക് വാഷ് ചെയ്താലും അതേപോലെ തന്നെ അയൺ ചെയ്താലും നമ്മൾ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞു. വാവ്. ബാ വെയിറ്റ് ചെയ്യാ. ഓ ഇതിന് 27 സെക്കൻഡോ. ഞാൻ അത് കഴിയണ വരെ നിൽക്കണോ? നമുക്ക് എത്ര ടൈം? ഓക്കെ 14 ഇനി വെറും 6 മണിക്കൂർ മാപ്പിള വരാൻ. അതേപോലെ നമ്മളെ മൂഡൊക്കെ കാണിച്ചു കേട്ടോ. നമ്മളെ സ്ട്രെസ് മൂഡൊക്കെ ആയിരിക്കും. നമ്മള് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുക്കല്ലേ. ഓക്കെ അങ്ങനെ അതും കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് വൺ ഇതും കൂടി നമുക്ക് ഇവിടെ കൊണ്ടുവെക്കുക. ഇസ്തിരിട്ടോ. ഇതും കൂടി കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ വർക്ക് കഴിഞ്ഞടാ. നമ്മൾ ഇന്നത്തെ പണി കഴിഞ്ഞു. ഓക്കെ ടേക്ക് ചെയ്തു. ഇത് നമുക്ക് കറക്റ്റ് ആയിട്ട് അത് ഇങ്ങോട്ട് പൊട്ടിക്കാം. കറക്റ്റ് ആയിട്ട് പൊട്ടി. ലെറ്റ്സ് ഗോ ഗയ്സ്. കഴിഞ്ഞല്ലോ. ലെറ്റ്സ് ഗോ. കണ്ടോ നമ്മൾ ഇന്നത്തെ വർക്ക് മൊത്തം കഴിഞ്ഞു. ടുഡേസ് ടാസ്ക്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ വെയിറ്റ് ചെയ്യണം എന്ന് തോന്നണേ. ഓ നമ്മള് മാപ്പിളക്കും വേണ്ടി വെയിറ്റ് ചെയ്യണം. ഓക്കെ നമ്മൾ 20 മണിക്കൂർ ആക്കാം. ലെറ്റ്സ് ഗോ. ഓക്കെ രാത്രി ആയിട്ടുണ്ട്. മാപ്പിള വരാനായിട്ടുണ്ട്. മാപ്പിള വാ. ലെറ്റ്സ് ഗോ. മാപ്പിളത്തി ഡേ ഓവർ. ഇനി നോക്കാം നമ്മളെ ഹസ്ബൻഡിനെ ഒന്ന് കണ്ടു നോക്കാം. അയാളെ കാണണല്ലോ. ഒരു കുപ്പി മുടിച്ച് കഷണ്ടി ആയിട്ടല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇനു ഓക്കെ എന്റെ ഭർത്താവ് എത്തിയിട്ടുണ്ട്. മോനോ ജോ വള്ളേ ബാപ്പു. ഇയാളാരാ? ജഡ്ജോ. അനദർ ഗ്രേറ്റ് ഡേ ടു വർക്ക്. ഹൗ വാസ് യുവർ? എന്റെ മുത്ത് എങ്ങനെ വർക്ക്? കള. ഓക്കെ നമ്മൾ എന്താ പറയാ? ഓക്കെ നമുക്ക് ഗുഡ്. നിങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. നമ്മളെ ഹസ്ബൻഡിനോട് പറയാം. നിങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കണി പാപ്പാ. പാപ്പല്ലല്ലോ ഇത് ഹസ്ബൻഡ് അല്ലേ? ഓക്കെ ഇയാളെ നമ്മളെ മാപ്പിള വന്നിട്ട് നമുക്ക് മാർക്ക് ഇട്ടിട്ടാണ് പോയി. കണ്ടോ ഹസ്ബൻഡിന്റെ മൂഡ് 82. അതായത് ഹസ്ബൻഡിന്റെ മൂഡ് കറക്റ്റ് 100-ല് ഇത്ര ശതമാനം ആക്കലാണ് നമ്മളെ പണി. 90% മൂടോ. വാവ് തന്തേ. അതേ മുത്തുമോളെ എന്നെ. അപ്പൊ ഗൈസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മൾമാരൊക്കെ എത്ര കഷ്ടപ്പെട്ടാ നമ്മൾ നോക്കണേ. ഈ ഗെയിമിൽ ഇപ്പൊ നമ്മൾ വെറും സാധനങ്ങൾ മാത്രമേ നോക്കിയിട്ടുള്ളൂ. ശരിക്കും നമ്മൾമാർക്കൊക്കെ നമ്മളും കൂടി നോക്കണം. അപ്പൊ നിങ്ങളൊക്കെ ആലോചിക്കി നിങ്ങളൊക്കെ എന്തൊരു കുറ്റക്കാരാ കാട്ടുന്നത്. അപ്പൊ ഓലും കൂടി നോക്കും വേണം. സോ എല്ലാരും ഇപ്പം പറയുന്നത് കേൾക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക. ഇതേപോലത്തെ വീഡിയോസ് ആണെങ്കിൽ സബും ചെയ്യുക. അപ്പോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.